സിനിമാ നിരൂപണത്തിന് ദേശീയ അവാർഡ് നേടിയിട്ടുള്ള ഐ ഷൺമുഖദാസ് മാഷ് നമ്മളിവിടെ ഉണ്ട്. മദർ മേരി കംസ് ടു മീ എന്ന അരുന്ധതി റോയുടെ പുതിയ പുസ്തകത്തിന്റെ വായനാനുഭവം, അതിന്റെ കുറച്ച് നോട്ട്സ് മാഷ് ഷെയർ ചെയ്യാണ്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ കുറിച്ച് അതിന്റെ വായനാനുഭവം മാഷ് ഒരു പുസ്തകമായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. അത് അരുന്ധതി റോയ് തന്നെയാണ് ആ പുസ്തകം റിലീസ് ചെയ്തത്. ശരീരം, നദീ, നക്ഷത്രം, ഇതാണ് ആ പുസ്തകം. ഇതിന്റെ പിന്നില് എഴുതിയിട്ടുള്ള കാര്യം കുറച്ച് രസമുള്ള കാര്യം, രസം എന്നല്ല, ഇതൊരു മാതൃകയാണെന്നുള്ള രീതിയിൽ കൂടിയാണ്. അതായത് പഞ്ചേന്ദ്രിയങ്ങളും സമർപ്പിച്ച് ഒരു എഴുത്തുകാരന് ലഭിച്ച ഗഹനമായ വായനാനുഭവമാണ് ഈ പുസ്തകം. അതിന്റെ ചുവട് പറയുന്നത്, നോവൽ വായന കൊണ്ട് എങ്ങനെ ചിന്തയുടെയും അനുഭൂതിയുടെയും ഉത്സവകാലം സൃഷ്ടിക്കാം എന്നതിന് മലയാള നിരൂപണ സാഹിത്യത്തിൽ സുന്ദരമായൊരു മാതൃക. അങ്ങനെയാണ് ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുന്നത്. ഈ പുസ്തകം കിട്ടാത്ത ആളുകൾ ഈ പുസ്തകം വായിക്കണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് മാഷെ വെൽക്കം. ഒരു ചെറിയ തിരുത്തില് തുടങ്ങാം. അരുന്ധതി റോയെ കുറിച്ച് ഞാൻ എഴുതിയ ഈ ശരീരം, നദി, നക്ഷത്രം എന്നുള്ള പുസ്തകം 2011 തോന്നുന്നു തൃശ്ശൂര് സാഹിത്യ അക്കാദമിയില് വലിയ ഹാളിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യപ്പെട്ടത്. ആ പുസ്തകം പ്രകാശനം ചെയ്തത് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള സാറാ ജോസഫാണ്. ആ പുസ്തകം സ്വീകരിച്ചത് അരുന്ധതി റോയാണ്. മാത്രമല്ല, ഒരുപക്ഷെ ആദ്യമായിട്ട് അരുന്ധതി റോയ് തൃശ്ശൂരിൽ വരുന്നത് അങ്ങനെയായിരിക്കാം. അത് വളരെ നാടകീയമായിട്ടൊരു വരവായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയൊക്കെ ഹാളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ സാഹിത്യ അക്കാദമി ഹാളിൻ്റെ മുമ്പിൽ പോലീസാണ്. കാരണം ഈ അരുന്ധതി റോയ് ഇപ്പോഴും അരുന്ധതി റോയെ ഒരു രാജ്യദ്രോഹിയായിട്ട് കാണുന്ന ആളുകളാണ് അന്ന് അവിടെ, എനിക്ക് തോന്നുന്നു കാശ്മീരിൻ്റെ പേരിലെടുത്ത നിലപാടിൻ്റെ പേരിലായിരിക്കണം, അന്ന് അവിടെ ധർണയൊക്കെ നടത്തിയത്. അന്ന് ആ ഹാള് നിറഞ്ഞ് കവിഞ്ഞ് ആളുകളുണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പതിപ്പ് ഇറങ്ങിയപ്പോൾ അതിൽ അരുന്ധതി റോയ് ഈ പുസ്തകത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കുറിപ്പ് ബ്ലർബിൻ്റെ ഉള്ളിലുള്ള ഫ്ലാപ്പിൽ കൊടുത്തിരുന്നു. ഈ വായനക്കാരൻ എങ്ങനെയാണ് ആ പുസ്തകത്തെ സ്നേഹിച്ചത് എന്നിട്ട് പറയുന്നത് ഏകദേശം എങ്ങനെയാണ്, നോട്ട് ജസ്റ്റ് ദാറ്റ് ഹി ലവ് ദാറ്റ് ബുക്ക്, ഹി ലിവ് ദാറ്റ് ബുക്ക് എന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടാമത്തെ പതിപ്പിലാണത് അവർ പറഞ്ഞത്. ഇതിൽ അതെ, ഏറ്റവും അടിയിൽ രണ്ടാമത്തെ പതിപ്പാണത്. ആദ്യത്തെ പതിപ്പിൽ ഇങ്ങനെ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഞാനത് ആണ്. അതെ, മോളില് MV നാരായണൻ, നമ്മുടെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിട്ടായിരുന്ന ഡോക്ടർ MV നാരായണൻ, അന്ന് അദ്ദേഹം വേദിയിലുണ്ടായിരുന്നു. പിന്നെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മലയാളത്തിൽ വിവർത്തനം ചെയ്ത പ്രിയ AS ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ വേദിയിലേക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആളുകളൊക്കെ വേദിയിലുണ്ടായിരുന്നു. സിനിമയെ പ്രതികരിച്ച ഒരാൾ വേണമെന്നുണ്ടായിരുന്നു. അത് നമ്മുടെ അതിഥിയുടെ ഗ്രാമോക്ഷത്തിലെ കുയിൽ, ഈ ചിത്രങ്ങളിലേക്ക് സംവിധായകനുള്ള KP കുമാരൻ സിനിമയുടെ ഒരാളായിട്ട് വേദിയിലുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം അന്ന് അവിടെ വേദിയിൽ വന്നത്. പിന്നെ കറൻ ബുക്സിൻ്റെ പബ്ലിഷിംഗ് മാനേജറായ KJ ജോണി, അദ്ദേഹത്തിന് കാര്യം അറിയാമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഈ മറ്റേ അരുന്ധതി റോയുടെ ആദ്യത്തെ നോവലിനെ കുറിച്ചുള്ള ഒരു അനുഭവമായിരുന്നു. അരുന്ധതി റോയ് ഇപ്പോൾ ആ പുസ്തകം എന്ന കാലഘട്ടത്തിൽ വിമർശകരായുള്ള ചില ആളുകൾ, പുസ്തകത്തിനെ വിമർശിക്കുന്നവരല്ല, അരുന്ധതി റോയെ വിമർശിക്കുന്ന ആളുകൾ ചിലർ പറഞ്ഞിരുന്നത്, ഒരു പുസ്തകം കൊണ്ട് അങ്ങനെ പ്രശസ്തയായുള്ള ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട്
അവർ രണ്ടാമത്തെ നോവൽ എഴുതുന്ന 20 കൊല്ലം കഴിഞ്ഞിട്ടാണ്, ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്നുള്ളത്. പക്ഷെ ആ വിമർശിക്കുന്ന ആളുകൾക്ക് അറിയാത്തൊരു കാര്യം, അവർ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള നോവലിലൂടെ ലോകപ്രശസ്തിയായി എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. പക്ഷെ അതിനു മുമ്പേ അവരുടെ കഴിവ് നേരത്തെ തെളിയിച്ചിരുന്നു. 88-ലോ 89-ലോ മറ്റോ അവരെഴുതിയൊരു തിരക്കഥയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് പറഞ്ഞതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ അരുന്ധതി റോയുടെ ഇപ്പോൾ ഇറങ്ങിയ പുസ്തകത്തിൻ്റെ ഈ കവറിൽ തന്നെയുള്ള ഈ തെറ്റ്, അരുന്ധതി റോയ്ക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് തെറ്റിദ്ധരിച്ചുള്ള ചില ആളുകൾ, അങ്ങനെ പറയുന്നത് ശരിയാണ്, അവര് അത് തിരുത്തിയിട്ട് ഈ മേരി റോയ് കംസ് ടു മീയിൽ ആ ടി ക്യാപിറ്റൽ ലെറ്റർ ആണല്ലോ ഈ മുഖചിത്രത്തിൽ. അപ്പം അത് കറക്റ്റ് ചെയ്തിട്ട് ചെറിയ ടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഓർക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനൊരു തിരുത്ത് ലണ്ടനിലെ ഗാർഡിയനിലെ ചലച്ചിത്ര നിരൂപകനായുള്ള ഡെറക് മാൽക്കം, പിന്നീട് നമ്മുടെ തിരുവനന്തപുരം ചലച്ചിത്രമേളയിൽ അദ്ദേഹം വന്ന സന്ദർഭം ഞാൻ അദ്ദേഹത്തിന് അഭിമുഖം ചെയ്തിരുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഇൻ വിച്ച് ആനി ഗിവ്സ് ഇറ്റ് ദോസ് വൺസ്, പ്രദീപ് കിഷൻ സംവിധാനം ചെയ്ത, അരുന്ധതി റോയ് തിരക്കഥ എഴുതിയ ആ സിനിമയെക്കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ ആ സിനിമയുടെ ശീർഷകത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്, ഇംഗ്ലീഷിൽ ഈ പേരിന്, ഈ ശീർഷകത്തിന് ഒരു അർത്ഥമില്ല എന്നാണ്. ഇത് പിന്നെ പെൻഗ്വിൻ ഇന്ത്യയോ അങ്ങനെ ആരോ അതിൻ്റെ തിരക്കഥ പുസ്തകമാക്കിയിട്ട് ഇറക്കി. അപ്പം അരുന്ധതി റോയ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഡെറക് മാൽക്കം പറഞ്ഞത് ഈ തിരുത്തലുണ്ടല്ലോ, ഇംഗ്ലീഷുകാരൻ്റെ ഈ മലയാളിയുടെ ഇംഗ്ലീഷ് തിരക്കഥയുടെ സിനിമയുടെ പേരിനെ കുറിച്ച് പറഞ്ഞത്, അത് തന്നെയാണ് ബ്ലർബായിട്ട് ഉപയോഗിച്ചത്. ഏകദേശം ഇങ്ങനെയാണ് ഡെറക് മാൽക്കം എഴുതിയത്. In English, in which Annie gives it those ones, doesn't mean anything. തെറ്റാണ്. ആ ഒരു ടൈറ്റിലിന് ഇംഗ്ലീഷിൽ ഒരു അർത്ഥമില്ല എന്നാണ് എഴുതിയത്. ഇതിൽ അരുന്ധതി റോയ് വളരെ സന്തോഷത്തോടു കൂടി ഈ തെറ്റ് കണ്ടുപിടിച്ച ഇംഗ്ലീഷുകാരൻ്റെ ഈ വിമർശനം തന്നെ തൻ്റെ ഈ തിരക്കഥ ഇംഗ്ലീഷിൽ ഇറങ്ങിയ സന്ദർഭത്തിൽ ഒരു പരസ്യ വാക്യമായിട്ട് എഴുതി. അപ്പം ഞാൻ ഈ പുസ്തക ശീർഷകത്തിലും മദർ മേരി കംസ് ടൂവില് ടി ക്യാപിറ്റൽ ലെറ്റർ ആണോ വേണ്ടത് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത്, സാധാരണ ഇപ്പം ഞാൻ 30 വർഷം കേരളത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുള്ള ഗവൺമെൻറ് കോളേജുകളിൽ, അപ്പം എനിക്കും തോന്നുന്നത് പുസ്തകത്തിൻ്റെ ശീർഷകത്തിൽ വരുമ്പോഴും ടി സ്മോൾ ലെറ്റർ വേണ്ടു എന്നുള്ളത്. പക്ഷെ ഏതായാലും എൻ്റെ പരിമിതമായ ഇംഗ്ലീഷ് പരിജ്ഞാനം വെച്ചിട്ട് ഇംഗ്ലീഷിൽ ജീവിച്ചു പോന്നിട്ടുള്ള അരുന്ധതി റോയുടെ ഈ ശരിയോ തെറ്റോ ആയിട്ടുള്ള ടിയോ എന്നുള്ള ചെറുവാക്കിലെ ടീനെ തിരുത്താനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. അവരങ്ങനെ തെറ്റാണ് എന്ന് വിചാരിക്കാം. തെറ്റായുള്ളത് അവരങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവരെന്തെങ്കിലും കരുതിയിട്ടുണ്ടാവാം. ഇതെൻ്റെ ഇംഗ്ലീഷാണ്, ഇത് ഇംഗ്ലീഷുകാരൻ്റെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ഉള്ള ഇംഗ്ലീഷ് അധ്യാപകരുടെ ഇംഗ്ലീഷോ ഒന്നുമല്ല, ഇത് എൻ്റെ ഇംഗ്ലീഷാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ ആണത് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഇതേവരെ കേരളത്തിന് പുറത്ത് ആരും ഈ
ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ ടിയോ അതിനുപയോഗിച്ചുള്ളതിന് വിമർശനം ഉന്നയിച്ചതേ കണ്ടില്ല. മലയാളത്തിലാണ് ഞാൻ ഒരിടത്ത്, അധികം അങ്ങനെ കണ്ടിട്ടില്ല, ഒരിടത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ വിമർശനത്തിൻ്റെ ഈ പുസ്തകത്തെ മുൻനിർത്തിയിട്ട് ഉണ്ടാകുമായേക്കാവുന്ന ഒരു വിമർശനത്തെ കുറിച്ചൊരു സൂചന 2 ദിവസം മുമ്പ് നമ്മുടെ ബിപിൻ ചന്ദ്രൻ, അദ്ദേഹം തിരക്കഥാകൃത്തുമാണെന്നാണ് എൻ്റെ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കലൂർ മാതൃഭൂമിയിൽ വെച്ച് നടന്ന പുസ്തക ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, MP നാരായണപിള്ള ഈ പുസ്തകം വായിച്ചിട്ട് എന്താണ് പറയുമായിരുന്നത് എന്നത്, അതായത് ഇപ്പം ജീവിച്ചിരിക്കണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ രാമചന്ദ്രനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ രാമചന്ദ്രൻ അദ്ദേഹം വളരെ സീനിയറായിട്ട് ഒരാളാണ്, ദീർഘകാലം പത്രപ്രവർത്തനായിരുന്നു. അപ്പോൾ ബിപിൻചന്ദ്ര പറയുന്നത്, അദ്ദേഹം പറയുന്നതിന് അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തോ ആണ് ബിപിൻചന്ദ്ര പറഞ്ഞത്. പക്ഷെ രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞില്ലെന്ന് തള്ളിക്കളയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മുൻധാരണയുണ്ട്. ABC മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിൽ രാമചന്ദ്രൻ, എനിക്ക് തോന്നുന്ന പ്രധാനമായിട്ട് കണ്ട ഒന്ന് ഇത് തന്നെയാണ്. പിന്നെ മോഹൻലാലിനെ പറ്റിയിട്ട് എൻ്റെ സുഹൃത്തുക്കൂട് പങ്കെടുത്ത ഒരു ചർച്ച ഞാൻ കാണുകയുണ്ടായി. ഈ മോഹൻലാൽ അവാർഡ് മേടിക്കുന്ന സന്ദർഭത്തിൽ നടത്തിയ ആ ചെറിയ പ്രസംഗത്തെ പറ്റി പരാമർശിച്ചുകൊണ്ടാണ് ഈ രാമചന്ദ്രനുണ്ട്, പിന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകനായിരുന്ന KS രാധാകൃഷ്ണൻ, അദ്ദേഹം BJPയുടെ ഇതിൽ ഇലക്ഷനിൽ നിന്നുള്ള ആളാണ്. പണ്ട് അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു ആയിട്ട്. അപ്പോൾ അദ്ദേഹം ഈ മോഹൻലാൽ, ഇപ്പം ഞാൻ അരുൺതുറയുടെ പുസ്തകത്തെ പറ്റിയാണ് പറയുന്നത് എങ്കിലും രാമചന്ദ്രനെ ബന്ധപ്പെടുത്തിയത് പറയുന്നത്, അതിൽ രാമചന്ദ്രൻ പറയുന്നുണ്ട്. അതിപ്പോൾ KS രാധാകൃഷ്ണൻ പറയുന്നത്, ഇപ്പം ഈ അദ്ദേഹം പലരോടും ചോദിച്ചു പറഞ്ഞു, ഈ മോഹൻലാൽ കുമാരനാശാൻ്റെ 2 വരി കവിത അവാർഡ് സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിൽ പറയേണ്ടായിരുന്നു. അപ്പോൾ രാമചന്ദ്രൻ പലരോടും ചോദിച്ചു പറഞ്ഞു, ചുള്ളിക്കാടനോട് ചോദിച്ചു, അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവരുടെ ഒന്നും അറിവിൽ കുമാരനാശാൻ്റെ വരികൾ അങ്ങനെയില്ല. അപ്പോൾ KS രാധാകൃഷ്ണൻ ഇത് പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഈ സംവാദത്തിലാണ് അരുന്ധതിയുടെ നോവലിനെ കുറിച്ചിട്ട്, KS രാധാകൃഷ്ണൻ അല്ല ഉള്ളത്, വേറെ ആരുമാണ്, രാമചന്ദ്രൻ ഈ പുസ്തകത്തെ പറ്റി പറയുന്ന സന്ദർഭത്തിൽ, പണ്ട് ഈ മേരി റോയുടെ, അമ്മയെ പറ്റിയുള്ള മകളെ എഴുതിയ ബുക്കാണല്ലോ, മേരി റോയുടെ അവിടെ എന്തിനോ പോയിരുന്നു. പറയുമ്പോൾ തന്നെ ഈ രാമചന്ദ്രൻ പറയുന്നതിലോ അദ്ദേഹം പറയുന്നതിലൊക്കെ മേരി റോയ്ക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത്, അദ്ദേഹം ഈ പുസ്തകം മറിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും, വായിച്ചിട്ടില്ല എന്നാണ്, മുഴുവൻ വായിച്ചിട്ടില്ല എന്നാണ്. ഇനി വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ വായന തുടങ്ങുന്നതിന് മുമ്പേ ഈ അമ്മയെക്കുറിച്ചുള്ള മുൻധാരണ ഉള്ളത് കൊണ്ട് ആ മുൻധാരണ വെച്ചിട്ടായിരിക്കാം വായിച്ചിട്ടുള്ളത്. അങ്ങനെയാണോ ഒരു പുസ്തകം വായിച്ചു തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. പണ്ട് ഓർമ്മയുണ്ടാവും വിചാരിക്കണം. നമ്മൾ ഇപ്പോൾ നേരത്തെ ഞാൻ പേരെടുത്ത് പറഞ്ഞു, KP കുമാരനുമായിട്ടുള്ള അഭിമുഖത്തിലാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ സിനിമ കാണാൻ വരുമ്പോൾ കുറച്ചു നേരെങ്കിലും സംവിധായകരുടെ കൂടെ ഈ പ്രേക്ഷകർ പോകണം, എന്നിട്ട് വേണം നമ്മളിങ്ങനെ നുള്ളിപ്പെറുക്കാൻ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനത് പെട്ടെന്ന് ഓർത്തു, അത്രയേ ഉള്ളൂ. ഈ MP നാരായണപിള്ള അദ്ദേഹത്തെ കുറിച്ചിട്ട്, ഇപ്പോൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ ആ ശരീരം നദി നക്ഷത്രത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. MP നാരായണപിള്ള ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മുഴുവൻ വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ പറഞ്ഞുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എവിടെയോ പറഞ്ഞിട്ടുള്ളത്, എവിടെ പറയല്ല, എനിക്ക് തോന്നുന്നത് മലയാളം വാരികയിലോ മറ്റൊരു കോളം ചെയ്തിരുന്നു, അതിലാ തോന്നുന്നു. അദ്ദേഹം ഈ നോവല്
വായിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അത് അടച്ചു വെച്ചു എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിലൊരു ഭാഗമുണ്ട്, ബ്ലാക്ക് ക്രോസ്. ഈ കറുത്ത കാക്കകൾ എന്നൊക്കെ എഴുതുന്നത് ഇത്രയും വിട്ടിത്തരങ്ങൾക്ക് ആ തരത്തിൽ എന്തോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു പുസ്തകം അടച്ചു വെച്ചു എന്നാണ് എഴുതിയിട്ടത്. അപ്പം ഞാൻ എഴുതിയ അരുന്ധതിയെക്കുറിച്ച് ആ പുസ്തകത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട്. കാരണം ആ നോവൽ മുഴുവൻ വായിച്ചാലാണ് MP നാരായണപിള്ളയ്ക്ക് ചിലപ്പോൾ അത് മനസ്സിലാകുമായിരുന്നത്. അതിൽ നിറങ്ങൾ വളരെ പ്രധാനമാണ്. അതിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്ന നിറം, ഇപ്പോൾ റഷ്യൻ ഫോർമലിസ്റ്റ് ആയിരുന്ന, രൂപഭദ്രതാവാദിയായിരുന്ന സ്ലോവ്സ്കിയുടെ ഒരു പ്രയോഗം എടുത്ത് പറയുകയാണെങ്കിൽ ഫോർഗ്രൗണ്ട് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക അല്ല, ഫോർഗ്രൗണ്ട് ചെയ്യുക. അപ്പോൾ ബ്ലാക്ക് എന്നുള്ള നിറമാണ്, കറുപ്പ് എന്നുള്ള നിറമാണ് ആ നോവലിൽ ഫോർഗ്രൗണ്ട് ചെയ്യുന്നത്. അവസാന ഭാഗത്ത് വെളുത്ത പേര് തന്നെ വെളുത്ത എന്നാണ്. ഒരു പക്ഷേ ബോധപൂർവമായിരിക്കും അരുന്ധതി പേര് വെളുത്താന്ന് ഇട്ടിട്ട് ഈ രാത്രി മുഴുവൻ ഞാൻ പറയുന്ന പോലെ ആവണമെന്നില്ല, രാത്രിയെ പോലെ കറുത്ത, കരിവീട്ടിയുടെ കറുപ്പിള്ള എന്നൊക്കെ പറയുന്ന ആ തരത്തിൽ വെളുത്തിയെ വർണ്ണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അരുന്ധതി റോയ് ഇപ്പോൾ ഈ ടി ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഇംഗ്ലീഷ് പറ്റിനാനും അനുസരിച്ച് തെറ്റായിരിക്കാം. പക്ഷെ അവർ അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണമുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ വിമർശകർക്ക് പറയാം, അവർ ഈ പുസ്തകത്തെക്കുറിച്ച് അങ്ങനെ പലതരം ചർച്ചകൾ വരട്ടെ, അപ്പോൾ 2 കോപ്പി കൂടുതൽ ചിലവാകുമല്ലോ എന്നുള്ള പോലെയൊക്കെ അങ്ങനെ അതിനു വേണ്ടിയാന്നൊക്കെ പറയാം. മറ്റൊരു കാര്യം എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് എടുത്തു പറയാനുള്ളത്, അത് ഇദ്ദേഹം തന്നെയാണോ പറഞ്ഞറിയാം, രാമേന്ദ്രൻ തന്നെയാണോ പറഞ്ഞില്ലെന്നറിയില്ല, അമ്മയെ ചീത്ത പറഞ്ഞിരിക്കുകയാണെന്ന്. അദ്ദേഹം പുസ്തകം ശരിക്കും വായിച്ചിട്ടില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം എന്താണ് വ്യക്തമായി പറഞ്ഞതെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അതാണ് എൻ്റെ മനസ്സിലുള്ളത്. അരുന്ധതി റോയ് തന്നെ ഈ രാമചന്ദ്രൻ ചീത്ത പറയുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ അമ്മയെ ചീത്ത പറഞ്ഞ പുസ്തകത്തിൽ. ഇപ്പം ഉദാഹരണത്തിന് ഏതൊരു പ്രത്യേക സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു അമ്മയുടെ ഫോൺ വരും, അങ്ങനെ എന്തോ തോന്നുന്നു. അപ്പോൾ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയെന്നാണ്. പക്ഷെ എന്നിട്ട് പറയാണ്, പക്ഷെ അതെങ്ങനെയാ പറ്റുക, ഒരു മുള്ളം പന്നിയെ നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുമെന്നാണ്. ഹൗ ക്യാൻ യു ഹഗ് എ പോക്കുപൈൻ എന്നിവിടെ പറയുന്നുണ്ട്. അതായത് അത് ഈ പുസ്തകത്തിൻ്റെ സവിശേഷമായുള്ളൊരു തലമാണത്. അമ്മയോടുള്ള അവരുടെ ബന്ധം നമ്മൾ ഇംഗ്ലീഷ് പറയുന്നൊരു വാക്ക് ഹേഗിയോഗ്രഫി, ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടുള്ള, ഞാനത് നെറ്റിൽ നോക്കിയപ്പോൾ ഹേഗിയോഗ്രഫിയുടെ അർത്ഥം എന്താണെന്ന് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ വാക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ അർത്ഥം അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം തുടങ്ങുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വിശുദ്ധന്മാരെ പുകഴ്ത്തുന്നതിനാണ് അത്ര ഹേഗിയോഗ്രഫി. ഇപ്പം അങ്ങനെയല്ല, അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഭയങ്കര ആരാധനയോടുകൂടി കാണുന്നതൊക്കെ ഹേഗിയോഗ്രഫിയാണ്. അങ്ങനെ ഒരു ബുക്കല്ല ഇത് ഈ സ്നേഹത്തെക്കുറിച്ചും അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചും അമ്മയോടുള്ള വെറുപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ഇഷ്ടക്കേടിനെ കുറിച്ചുള്ള പുസ്തകമാണ് ഇത്. ഇവര് 16-ാമത്തെ വയസ്സിലോ മറ്റോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അത് ഈ പുസ്തകത്തിൽ വളരെ അവിസ്മരണീയമായൊരു ദിവസമായിരുന്നു ഒരർത്ഥത്തിൽ. നമുക്കെല്ലാവർക്കും മലയാളികൾക്കൊക്കെ പരിചിതനായിട്ടുള്ള, മലയാളികൾ പണ്ട് പറയാറുള്ള വാക്ക് സായിപ്പ്, ഒരു സായിപ്പാണ് അയാൾ.
ലാറി ബേക്കർ ആണ് ഈ പള്ളിക്കൂട സ്കൂള് ഡിസൈൻ ചെയ്യാൻ അങ്ങനെ എന്തോ വന്ന സന്ദർഭത്തിൽ ഈ ലാറി ബേക്കറുടെ മുമ്പിൽ വെച്ച് അമ്മ മോളെ പറ്റി എന്തോ നല്ലതല്ലാത്ത എന്തോ പറഞ്ഞു. അന്നാണ് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചീത്ത പറഞ്ഞു എന്നുള്ള ആ അനുഭവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഇവരെ നാടുവിടുന്നത്. പിന്നീട് ആദ്യത്തെ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത് അമ്മയ്ക്കാണ്. അമ്മയ്ക്കും എനിക്ക് തോന്നുന്ന സഹോദരനുമാണ്. അപ്പം അതിൽ അമ്മയെ പറ്റി പറയുന്നത്, എന്നെ സ്വതന്ത്രയാക്കാൻ സ്വതന്ത്രയാക്കാൻ വേണ്ട അത്രയും സ്നേഹം എന്നോടുണ്ടായിരുന്നോ, എനിക്ക് വിട്ടുപോകാൻ അവസരം തരാൻ മാത്രം എന്നോട് സ്നേഹം ഉണ്ടായിരുന്ന അമ്മയ്ക്ക് എന്നിട്ടാണ് അതിൽ പറയുന്നത്. അപ്പം അങ്ങനെയൊരു സങ്കീർണമായ ബന്ധമാണ് ഈ അമ്മയോടുണ്ടായിരുന്നത്. അത് ഈ പുസ്തകത്തില് അമ്മയോട് മാത്രമല്ല ഇത്തരത്തിലൊരു ബന്ധമുള്ളത്. അത് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ചാക്കോ ഉണ്ടല്ലോ, അതായത് അമ്മയുടെ സഹോദരനോടും ഇതേപോലത്തെ ഒരു ബന്ധമാണ് ഇവർക്കുള്ളത്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ചവർക്ക് ഇത് ഓർമ്മയുണ്ടാവും. ആ പുസ്തകത്തിൽ ചാക്കോ വില്ലനാണെന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. ഈ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഈ അമ്മയുടെ സഹോദരനെയാണ് ഇവർ മാതൃകയായിട്ട് എടുത്തിരുന്നത്. രണ്ടുപേരും, എസ്തേർ റാഹേലും. അതായത് കുറച്ച് തെറ്റുകളുണ്ടാവും ഓർമ്മയെന്ന് പറയുന്നുണ്ട്. ഇത് ഈ അമ്മാവനെ പോലെയാണ് തോന്നുന്നു. ഇവര് ഇരുന്നിട്ട് കാലുകൾ ആട്ടിക്കൊണ്ടിരിക്കും. അത് അമ്മുവിന് അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതായിരുന്നു തോന്നുന്നു. പിന്നെ ഒന്ന് തുപ്പൽ കുമ്പളകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് രണ്ടും ചാക്കോ ചെയ്യുമായിരുന്നു, ഈ ഇരട്ടകളും ചെയ്യുമായിരുന്നു. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ചാക്കോ ആ പുസ്തകത്തില് ഒരു വായനക്കാരനാണ്. ചാക്കോയുടെ വില്ലനാണെന്ന് മാത്രമല്ല, ചാക്കോ ധാരാളം ഓക്സ്ഫോർഡിൽ പഠിച്ചിട്ടുള്ളതാണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ഒരാളാണ്. അതേ സന്ദർഭത്തിൽ നല്ല വായനക്കാരനായിരുന്നു. വായിക്കുന്നത് കൂടെ ഇംഗ്ലീഷാണ്. എന്നിട്ട് ഈ വായിച്ച പുസ്തകത്തിൽ നിന്നൊക്കെ പാരഗ്രാഫുകൾ ഇങ്ങനെ കാണാപ്പാഠം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളിൽ നിന്നൊക്കെ കാണാപ്പാഠം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ എങ്ങനെയാണ് ചാക്കോ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഏകദേശം അതേപോലെ തന്നെയാണ്. അത്രയും കൂടുതൽ ഇടം തീർച്ചയായിട്ടും ഈ ജോർജ് ഐസക്കിന് ഈ പുസ്തകത്തിൽ അരത്തറ കൊടുത്തിട്ടില്ല, നോവൽ ദ ഗോഡ് ഓഫ് സ്മോൾ കൊടുത്തുള്ളതുപോലെ. പക്ഷെ അദ്ദേഹത്തിനും ഒരു സ്ഥാനമുണ്ട്. ഈ ഉദാഹരണത്തിന് ഈ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആ നോവലിൻ്റെ പ്രകാശന വേളയിൽ മാധവിക്കുട്ടിയാണ് അന്ന് വന്നത്. ഇപ്പോൾ മാധവിക്കുട്ടി അമ്മ ക്ഷണിച്ചിട്ട് അത്ര വന്നത്, മേരി റോയ്. അപ്പം മേരി റോയ്ക്ക് മാധവിക്കുട്ടിയെ പോലെ റബലായിട്ട് എഴുതിയിട്ടില്ല ഒരാളവിടെ വരണമെന്ന് തോന്നിയിട്ടാണ് തോന്നുന്നു അവിടെ വിളിച്ചത്. അപ്പം ആ സന്ദർഭത്തിൽ ആ പ്രകാശന വേളയിൽ ചാക്കോ വന്നിരുന്നു. ചാക്കോ വന്നിട്ട് ചാക്കോ എഴുന്നേരുന്ന് പറയുന്നുണ്ട്, ഞാനാണ് ചാക്കോ, അതായത് ഈ ജോർജ് ഐസക് ഞാനാണ് ചാക്കോ എന്ന് പറഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകും. അപ്പോൾ അവിടെ കൂടുതൽ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ മേരി റോയ് തോക്കെടുത്ത് വെടിവെച്ചെന്ന് മറ്റും പറയുന്നുണ്ട്. കാരണം ഈ അമ്മയും അമ്മാമനും തമ്മിൽ ബന്ധം ഒരു രസകരമായുള്ള ബന്ധമാണ്. ഈ വില്ലനും നായികയും തമ്മിലുള്ള ഈ സഹോദരിയെ ജോർജ് ഐസക് വിളിച്ചിരുന്നത് മാർട്ട് എന്നാണ്.
അതിനെന്തോ കാരണമുണ്ട്. ഈ വൈ എന്നുള്ളത് ഉച്ചരിക്കാനോ എഴുതാനോ ജോർജിന് ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു, ജോർജ് ഐസക്കിന്. അതുകൊണ്ട് മാർട്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്, അങ്ങനെ എന്തോ ആണ്. പിന്നെ ഈ ഈ അരുന്തരോട് ഈ മദർ മേരിയിൽ ജോർജിന് ഇങ്ങനത്തെ ഒരു സ്ഥാനമുള്ളത്. ആ ഒരു സങ്കീർണമായുള്ള ബന്ധം, അത് ഇപ്പോൾ മേരി റോയിലുള്ളത് അത്രയും സങ്കീർണത ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷെ സങ്കീർണതയുള്ളൊരു ബന്ധമാണ്. ഇനി മൂന്നാമത്തെ കഥാപാത്രം അത് അച്ഛനാണ്. റോയ് ഉണ്ടല്ലോ, അവിടെ നിന്നാണല്ലോ ഈ പേര് വന്നിട്ടുള്ളത്, മേരിക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ നിന്നാണല്ലോ. അവിടെ നിന്നാണ് അരുന്തറായ്ക്കും ഈ റോയ് എന്ന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് 24 കൊല്ലത്തിന് ശേഷമാണ് അരുന്തറായ് കാണുന്നതെന്നാണ്. അരുന്തറായ് എന്തോ എഴുതി വെച്ചു എന്നാണ്. ആ എഴുതിയ വരികളിൽ നിന്ന് വരികളായിരിക്കാം ഒരു പക്ഷേ ഈ പുസ്തകം തുടങ്ങാനായിട്ടൊരു പ്രചോദനം തോന്നുന്നു, ഓർമ്മയില്ല. അല്ലെങ്കിൽ തുടക്കമായില്ല തോന്നുന്നു അങ്ങനെയായിട്ട്. ഈ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അത് ഈ കുട്ടികളെ പഠിപ്പിച്ചിരുന്നൊരു ഓസ്ട്രേലിയക്കാരെ തോന്നുന്നു, മിസ് മിറ്റൻ. നോവലിൽ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ മിസ് മിറ്റാണ്. ഈ മിസ് മിറ്റനെ പറ്റിയിട്ട് എന്തോ എഴുതിയിട്ടാണ് ഈ അരുന്തറോയ് ഈ എഴുത്തന്നെ തുടങ്ങുന്നത്. എഴുത്തന്നെയാണ്, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു നോവലിൻ്റെയെങ്കിലും ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെയും തുടക്കം അങ്ങനെയാണ് ആയിട്ട്. അപ്പം ഈ 3 കഥാപാത്രങ്ങൾ, അമ്മ, അമ്മാവൻ, അച്ഛൻ, ഇവരോടുള്ള എതിർപ്പും സ്നേഹവും ഇടകലരുന്നത്. അച്ഛനെ അതിഭീകരനായുള്ള മദ്യപാനിയായിരുന്നു അച്ഛൻ എന്നാണ് പറയണത്. അച്ഛനെ ഒന്ന് നേരാക്കാൻ വേണ്ടി, ചികിത്സയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയ്മനത്തേക്ക് കൊണ്ടുവന്നു തോന്നുന്നു. ചികിത്സയ്ക്ക് പോലെ കൊണ്ടുവരികയുണ്ടായി. പിന്നെ ഈ അരുന്തറോയാണ് അതിനൊക്കെ എല്ലാം ചെയ്യുന്നത്. ഇനി ഈ മേരി റോയിനെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഈ മേരി റോയുടെ ചീത്ത കാര്യങ്ങൾ ഒഴിവാക്കി, അത് ഹേഗിയോഗ്രഫി അല്ല, അതിൻ്റെ ഒരു തെളിവ് ഈ പുസ്തകത്തിലുള്ളത്. ഈ മേരി റോയ് ആശുപത്രിയിൽ അവരെ കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് കൊണ്ടുവരാൻ, എന്തോ ഒരു വളരെ സീരിയസ് ആയിട്ട് എന്തോ അസുഖം വന്ന് കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞിട്ട് അവർ കണ്ണ് തുറക്കുന്നതിനെ കുറിച്ചിട്ട് അരുന്തറ എഴുതിയ മനോഹരമായുള്ളൊരു വരിയുണ്ട്. മേഡം ഹൂദിനി ഓപ്പൺ ദ റൈസ് എന്നാണ് ഉള്ളത്. ഹൂദിനി എന്നുള്ള ലോക പ്രശസ്ത മാന്ത്രികൻ മാഡം ഹൂദിനി കണ്ണു തുറന്നു എന്നാണ്. ഈ മാഡം ഹൂദിനി മിസ്സസ് റോയ് എന്നിട്ട് ബോധം വന്നപ്പോൾ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം മോളെ ചീത്ത പറയാണ്. തന്നെ ഇവിടെ ഒന്ന് അഡ്മിറ്റ് ചെയ്തത് മറ്റേ വെന്റിലേറ്റർ 2 ആഴ്ചയായിട്ട് കടന്നു, 3 ദിവസം എന്തോ അങ്ങനെ കടന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അത്ഭുതമാണ്, മിറക്കിൾ തന്നെയാണ്. സാധാരണ നമ്മൾ വെന്റിലേറ്ററിൽ ഒരാൾ കിടക്കുകയാണെങ്കിൽ രക്ഷപ്പെടുന്നത് വളരെ കുറവാണ്. ഡോക്ടർ ദീപൂത് പറയുന്നുണ്ട്, വെന്റിലേറ്റർ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ളതല്ല. വെന്റിലേറ്ററിൽ ഒരാളെ കിടത്തി എന്നുള്ളത് കൊണ്ട് അവസാനത്തെ ഉറക്കത്തിലേക്കുള്ളതല്ല എന്ന് ഡോക്ടർ ദീപു ജോർജ് പറയുന്നുണ്ടല്ലോ. അപ്പം ഇവര് കണ്ണ് തുറക്കുന്നുണ്ട്. പിന്നെ മേരി റോയ്, ഇപ്പോൾ അരുന്ധതി റോയ് നമുക്കറിയാം, ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ അതിലത്തെ പ്രധാനപ്പെട്ട ഒരു ആശയതലം ഈ ജാതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ദളിത് അങ്ങനെയാണ്, വെളുത്ത അൺടച്ചബിൾ ആണ്. ഇത് അവസാനത്തെ അധ്യായത്തിൽ അങ്ങനെയുള്ള ചില
പിന്നീട് ആഭാസം എന്നും മസ്റ്റിലും എന്നൊക്കെ പറയപ്പെടുന്ന ചില ഭാഗങ്ങളിൽ ദി അൺടച്ചബിൾ ആയിട്ടുള്ള ആള് അൺടച്ചബിൾ പാർട്ടിൽ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അപ്പം ആ പ്രമേയമുണ്ട്. ഈ അമ്മ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ആശുപത്രിയിൽ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട മേരി റോയ് ബോധത്തിലോ അബോധത്തിലോ ഇപ്പോൾ ഓർമ്മയില്ല എനിക്ക്, ഈ ജാതി പറയണം, ഡോക്ടർമാരുടെ ജാതി, അവരുടെ ജാതി പറയനാണോ പുലയലാണോ ചോദ്യാണോ ജാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ അരുന്ധതി റോയ്ക്ക് വേണമെങ്കിൽ അമ്മയുടെ അമ്മ പറഞ്ഞതൊക്കെ ഒഴിവാക്കാമായിരുന്നു. കാരണം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയ ഒരാളുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാവങ്ങളിൽ ഒന്നാണ്. പക്ഷെ അമ്മയെ ആ ഹേഗിയോഗ്രഫിയുടെ ഭാഗമല്ലല്ലോ അത്, ഈ പുസ്തകം. അത് അങ്ങനെ തന്നെ അവരത് എഴുതിയിട്ടുണ്ട്. ഈ മറ്റൊരു കാര്യം, ഈ പുസ്തകത്തിൽ നിന്ന് ഇപ്പം എനിക്ക് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, ഒരു ഭാഗം ഏകദേശം ഇങ്ങനെയാണ്. താൻ ആരായിരുന്നു, അല്ലെങ്കിൽ താൻ ആരാണ് എന്നുള്ളത് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. നോട്ട് ഹിന്ദു ഇനഫ്, നോട്ട് ക്രിസ്ത്യൻ ഇനഫ്, നോട്ട് കമ്മ്യൂണിസ്റ്റ് ഇനഫ്. ഇതിങ്ങനെ ഓരോ വാക്യവും ഓരോ പാരഗ്രാഫാണ്, അങ്ങനെയാണ്, ഒരു പാരഗ്രാഫല്ല. നോട്ട് ഹിന്ദു ഇനഫ്, നോട്ട് ക്രിസ്ത്യൻ ഇനഫ്, നോട്ട് കമ്മ്യൂണിസ്റ്റ് ഇനഫ്. നാലാമത്തെ പാരഗ്രാഫ് നോട്ട് ഇനഫ്, അങ്ങനെയാണ്. ഞാൻ ഈ ഭാഗം എടുത്ത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഇവരെ എഴുതുന്നതിൽ ഉള്ളടക്കത്തിൻ്റെ ഒരു തലമുണ്ട്, വെറുതെ ഗിമ്മിക്സ് കാണിക്കുകയല്ല. ഇത് ഒരു സവിശേഷമായ ഒരു ഉള്ളടക്കം അവതരിപ്പിക്കുന്നതിന് അനുയോജ്യമായ ഒരു രൂപം അവർ തിരഞ്ഞെടുത്താണ്. ഈ 4 പാരഗ്രാഫുകളിലായിട്ട് ഈ 4 ആശയം അവർ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഒരു മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം നമ്മളോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആ ഒരു ഭാഗം എടുത്ത് പറഞ്ഞത്. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഭാഷ എന്ന് പറയുന്നത് അരുന്ധതിയുടെ ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു സവിശേഷത, അവരെഴുതിയിട്ടുള്ള ഈ ഇംഗ്ലീഷ് ഭാഷയിൽ അവർക്കുള്ള പ്രാവീണ്യവും ആ ഇംഗ്ലീഷ് ഭാഷ കവിത പോലെ ഉപയോഗിക്കാനുള്ള അവരെ കഴിവുമാണ്. അവർ എഴുതുന്നത് നോവലോ ലേഖനമോ അല്ലെങ്കിൽ ഓർമ്മയോ ആകാം. പക്ഷേ ഇതൊക്കെ അവർ എഴുതുമ്പോഴും, അവർ കവിത എഴുതിയിട്ടുണ്ടോയെന്ന് അറിയില്ല, കഥ എഴുതിയിട്ടുണ്ട് അവർ. ഏതോ ഒരു കഥ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, എവിടെയോ വന്നിട്ടുള്ളത്. കാവ്യാത്മകമായിട്ടുള്ള ഒരു ഭാഷയും അവർക്കുണ്ട്. അവർ അടിസ്ഥാനപരമായിട്ട് ഒരു എഴുത്തുകാരിയാണ്. ഈ പുസ്തകത്തിൽ ഒരിടത്ത് അവർ അബ്സേർഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അസംബന്ധം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു അബ്സേർഡ് ടേം ആണെന്നാണ് പറയണത്. ഈ സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഈ സോഷ്യൽ ആക്ടിവിസ്റ്റാണ് അരുന്ധതി റോയ് എന്ന് പലരും എന്നെ ആവർത്തിച്ച് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു തൂവലിൽ, ഈ പദവിയിൽ അവർക്കത്ര സന്തോഷമൊന്നുമില്ല. അവർ പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള ദാറ്റ് ടേം ഈസ് അബ്സേർഡ് എന്നാണ് അവർ പറയുന്നത്. അവരുടെ അവിടെയാണോ ഇത് എഴുതുന്നതെന്ന് അറിയില്ല, ഈ പുസ്തകത്തിൽ എവിടെയോ അവർ പറയുന്നുണ്ട്, എൻ്റെ
പ്രതിബദ്ധത എന്ന് പറയുന്നത് എഴുത്തിനോടാണ്. മൈ കമ്മിറ്റ്മെന്റ് ഈസ് ടുവേർഡ്സ് റൈറ്റിംഗ് എന്നാണ്, എഴുത്ത് ആണ്. അവർ ആക്ടിവിസ്റ്റായി എന്നുള്ളത് അത് വേറൊരു കാര്യമാണ്. ഇപ്പോൾ അവർ മാവോയിസ്റ്റുകളുടെ കൂടെ കാട്ടിലേക്ക് ദണ്ഡകാരണ്യത്തിൽ പോകുന്നുണ്ടല്ലോ. അതിൻ്റെ കാര്യം അവർ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു ദിവസം അവർ വീടിൻ്റെ വാതിലിൻ്റെ അടിയിലൊരു കത്ത് വാതിലിൻ്റെ അടി കൂടി ഇട്ടിരിക്കണം. അതായത് ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ അവരുടെ ആരുടെ ഒരു കത്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ മാവോയിസ്റ്റുകളുടെ അടുത്തേക്ക് അവരുടെ കൂടെ പോകണമെങ്കിൽ ഇന്ന സ്ഥലത്ത്, അതൊരു അമ്പലത്തിൽ തോന്നുന്നു, അവിടെ വന്നാൽ മതി എന്നൊരു കത്താണ്. അപ്പം ആ ഒരു കത്തില്ലായിരുന്നെങ്കിൽ അവർ ആ അർത്ഥത്തിൽ മാവോയിസ്റ്റുകളുടെ കൂടെ വാക്കിംഗ് വിത്ത് ദ കോമ്രേഡ്സ് എന്ന് പറയുന്ന ഒന്ന് ഒരു പുസ്തകം ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ കാശ്മീർ ഇഷ്യൂ, ഈ കാശ്മീർ ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ ഇവർ പറയുന്നത്, ഒരുപക്ഷെ കാശ്മീർ ഇഷ്യൂവിൽ അവർക്ക് നിലപാടുണ്ടായിരുന്നിരിക്കാം, പക്ഷെ അതിൽ ഇത്രയും ശക്തമായിട്ട് ഇടപെടാനൊക്കെ, ധീരതയോടെ ഇടപെടാനൊക്കെ, അതായത് പുതിയ ബിരുദങ്ങളൊക്കെ അവർക്ക് കിട്ടിയല്ലോ. ഈ സോഷ്യൽ ആക്ടിവിസ്റ്റ് മാത്രമല്ല, അതാണ് ആൻറ്റി ഇന്ത്യൻ, ആൻറ്റി ഹിന്ദു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇടയ്ക്ക് പെട്ടെന്ന് ഓർത്തുന്നില്ല, ഈ ഇപ്പോൾ ഇന്ത്യയിൽ 2 ഇന്ത്യക്കാർക്ക് ഇപ്പോൾ വലതുപക്ഷ കക്ഷികൾ കൊടുത്തുള്ള തൂവലാണ് ഇന്ത്യ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ അരുൺതുറയ്ക്ക് കിട്ടിയ പോലെ രാഹുൽ ഗാന്ധിയും കിട്ടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പം 2 പേരും പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ പറയണം എന്നിങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഈ കാശ്മീരിൻ്റെ കാര്യത്തിൽ ഒരു ദിവസം ഇവർക്ക് അരുൺതുറയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ. ആ സന്ദർഭത്തിൽ ജയിലിൽ ഒരു കാശ്മീരി സ്ത്രീ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം അവര് പറഞ്ഞിട്ട്, അവര് ഈ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടോ അങ്ങനെ എന്തോ ആണ്, അങ്ങനെയാണ് ഇവർ ഈ ഒരു നിലപാടിലേക്ക് വരുന്നത് എന്നുള്ള ഒരു പരാമർശം ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ ഇപ്പോൾ ഗാന്ധിയുടെ പേര് പറഞ്ഞതുകൊണ്ട് അതൊരു വിവാദമുണ്ടല്ലോ. രാഹുൽ ഗാന്ധി ഗാന്ധി എന്നുള്ള പേര് തട്ടിയെടുത്താണെന്ന് പറഞ്ഞിട്ട്, ഗാന്ധി അരുൺതുറയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണല്ലോ അത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിട്ട് നടത്തിയൊരു പ്രസംഗമാണ്, ദി ഡോക്ടർ ആൻഡ് ദി സെയിൻറ്റ് എന്നാ തോന്നുന്നു പുസ്തകത്തിൻ്റെ പേര്. ഞാൻ പേര് പറഞ്ഞ മുഴുവൻ ഈ ദാന്നൊക്കെ ഉള്ളതിൻ്റെ ശരിക്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡോക്ടർ ആൻഡ് ദി സെയിൻറ്റ്, അങ്ങനെ എന്താ, ഡോക്ടർ ആൻഡ് സെയിൻ്റ് ആണോ, ദ ഡോക്ടർ ആൻഡ് ദി സെയിൻ്റ് എന്നാണോ എന്നറിയില്ല. അത് അംബേദ്കറെ കുറിച്ചും ഗാന്ധിയെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇവര് അംബേദ്കറെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ മറ്റേ കറുത്തവനായ വെളുത്തയെ അവതരിപ്പിച്ചിട്ടുള്ള അരുന്ധതി റോയ് തീർച്ചയായിട്ടും അംബേദ്കറോട് ഒരു പ്രത്യേക ആദരവ് ഉണ്ടാവും. ഈ പുസ്തകത്തിൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞുള്ളത്, ഗാന്ധി എന്നാണ്, ഇപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്നില്ല, ഗാന്ധി എന്നേ പറയുന്നുള്ളൂ. ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിയെക്കുറിച്ചുള്ള ഇവരുടെ ഇപ്പോൾ നേരത്തെ പ്രസംഗത്തിൽ പറയുന്ന വ്യത്യസ്തമായിട്ട്, ഒരു പക്ഷേ വ്യത്യസ്തമായിട്ട് അവർ പറയുന്നത് നല്ല ചില വാക്കുകൾ പറയുന്നുണ്ട്. അതിലൊരു വാക്ക് നല്ല അർത്ഥത്തിൽ പറയുന്നുണ്ട്. ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ ഗാന്ധി ഒരു വിഷണറി ആണെന്നാണ് പറയുന്നത്. അത് പറയാനുള്ള സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, മേധാ പാട്കറെ മറ്റേ ഇവരുടെ ആക്ടിവിസ്റ്റ് എന്നുള്ള ലേബലൊക്കെ വരുന്ന അങ്ങനെയാണല്ലോ. നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധാ പാട്കറെ അടുത്ത് പോകണം. അപ്പോഴും അരുൺതുറയ്ക്കെതിരെ കുറെ ആരോപണം ഉണ്ടായിരുന്നു. അന്ന് മേധാ പാട്കറുടെ ആ പ്രശസ്തി മുഴുവൻ, അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അരുൺതുറയ് കൊണ്ടുപോയി എന്നുള്ള തരത്തിലൊരു ആരോപണം അന്നുണ്ടായിരുന്നു. അപ്പോൾ മേധാ പാട്കറെ കുറിച്ച് ഇതിൽ ഒരു
ഒരു പാരഗ്രാഫ് ഉണ്ട് തോന്നുന്നു. അതിൽ പറയുന്നത് വ്യത്യാസം പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ വ്യത്യാസം. മേധാ പാട്ടേക്കർ ഗാന്ധിയനാണ്. ഗാന്ധി എന്ന് വെച്ചാൽ വെറുതെ കതറിട്ട് നടക്കുന്ന ആളെന്ന അർത്ഥത്തിലല്ല, ഇപ്പോൾ വളരെ ലളിതമായ ജീവിതം നയിക്കണം, അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഗാന്ധിയെ പറ്റി പറയുമ്പോൾ വരദരായ് പറയുന്നത് ഗാന്ധി ഒരു വിഷണറിയാണ് എന്ന് പറയുന്നുണ്ട്. വെച്ചാൽ മുൻകൂട്ടി പലതും കാണാനുള്ള എന്നോ അങ്ങനെ അർത്ഥത്തിൽ എടുക്കാൻ വേണമെങ്കിൽ. ഗാന്ധിയെ പറ്റി പറയുന്നത് പിന്നെ പറയുന്നത് ഒരു ക്രിറ്റിക്കാണ്. ഐ മീൻ ക്രിറ്റിക് ഓഫ് ഗാന്ധി. പിന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വരദരായതുകൊണ്ട് ഓരോ വാക്കുകൾക്കും ഒരു വിലയുണ്ട്. ക്രിറ്റിക് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കാണെന്ന് തോന്നുന്നു സ്കെപ്റ്റിക് ആണെന്നാണ്. ഗാന്ധിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാനൊരു സ്കെപ്റ്റിക്കാണ്. എൻ്റെ ഓർമ്മയിൽ ക്രിറ്റിക് എന്ന് പറഞ്ഞിട്ടാണ് സ്കെപ്റ്റിക് എന്ന് പറഞ്ഞിട്ടല്ല ക്രിറ്റിക് എന്നാണ് എൻ്റെ ഓർമ്മയുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തു എന്നേ ഉള്ളൂ. ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് അത് ഓർത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ എനിക്ക് ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറയാനായിട്ട് വിഷമമുള്ള, പെട്ടെന്ന് ഓർമ്മയിൽ വരാത്ത ഒരു കാര്യം, അത് ഈ പുസ്തകത്തിൽ ഹ്യൂമറുണ്ട്. അരുന്ധതിയുടെ നർമ്മബോധം വളരെ പ്രകടമായിട്ട് ഈ പുസ്തകത്തിലുണ്ട്. നല്ല രീതിയിൽ ഹ്യൂമർ ഇതിൽ വന്നിട്ടുണ്ട്. ഈ അത് ഇപ്പോൾ ഇവരുടേതായിട്ടുള്ള പ്രയോഗങ്ങളിലാകാം, ഇവരുടെ ഓർമ്മകളിലാവാം ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ഇവർ ഓർമ്മിക്കുന്നത്, ഇവരൊരു ഹോട്ടലിൽ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ചപ്പുറത്ത് ഒരു ഫ്രഞ്ചുകാരൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്ത്യയിലായിരിക്കണം. ആ ഫ്രഞ്ചുകാരൻ സമോസ നമ്മുടെ മല്ലിയുടെ ചട്നിയിൽ മുക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണ്. അത് ഈ ഫ്രഞ്ചുകാരെ ഇന്ത്യ എന്ന് പറയുന്നതിനും ഇവരൊന്ന് കളിയാക്കുന്നുണ്ട്. ഈ സ്പെല്ലിംഗ് എന്താണെന്ന് വെച്ചാൽ അരുന്ധതിറായ് കൊടുത്തൊരു സ്പെല്ലിംഗ് ENDI ആണ്. ഇന്ത്യ അങ്ങനെയാണ്. അത് എവറി ടൈം every day my shit, its color is different when I'm here in India എന്ന് അങ്ങോട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓരോ സ്മോൾ തിങ്സിൽ ഈ ഇരട്ടക്കുട്ടികൾ മീനച്ചിലല്ല, പുസ്തകത്തിൽ മീനച്ചിലല്ല, യാഥാർത്ഥ്യത്തിൽ മീനച്ചിലാണ് പുഴ, പുസ്തകത്തിൽ മീനച്ചൽ എന്നാണ്. അതുപോലെ അയമനമല്ല അയമനം, സ്പെല്ലിംഗ് ചെറിയൊരു സ്പെല്ലിംഗ് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതിൽ ഈ ഇരട്ടകൾ പുഴയിൽ പോയി നീന്തുന്നതും ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ അണ്ടർ വാട്ടർ ഫോട്ടിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സുഖത്തെ പറ്റി ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇവരുടെ എഴുത്തിൻ്റെ ഒരു ചരിത്രം, ഇവരൊരു ലേഖനം, ഒരു പ്രശസ്തമായൊരു ലേഖനമുണ്ട്. അത് സൺഡേയിലാണ് വന്നത് തോന്നുന്നു. ദ ഗ്രേറ്റ് ഇന്ത്യൻ റേപ്പ് ട്രിക്ക് എന്നാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ റേപ്പ് ട്രിക്ക്. അത് ശേഖർ കപൂർ ഫൂലൻ ദേവിയെ കുറിച്ച് എടുത്തുള്ള സിനിമയെ കുറിച്ചുള്ള അവരുടെ വിമർശനമാണ്. അതായത് ഫൂലൻ ദേവിയുടെ സമ്മതമില്ലാണ്ട് എത്രയോ പേര് ഫൂലൻ ദേവിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗത്ത് അതിലുണ്ട്. അപ്പോൾ അതിനെ ആധാരമാക്കി അരുന്ധതിറായ് എഴുതിയ ലേഖനത്തെക്കുറിച്ച്, ദ ഗ്രേറ്റ് ഇന്ത്യൻ റേപ്പ് ട്രിക്ക് എന്നുള്ള ലേഖനത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ
അവർ ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ള വാക്ക് ഒരിടത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അത് ഒരു പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കൂടുതൽ തവണ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അതായത് ഒരു നോവലുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഒന്നല്ല ഞാൻ. ആളുകൾ പറഞ്ഞാൽ ഉണ്ടാക്കി എഴുതി കൊടുക്കുക, അവർക്ക് തോന്നുമ്പോഴാണ് അവർ എഴുതുക എന്ന് പറയുന്നുണ്ട്. മറ്റേ ഈ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ നടത്തുന്നു, എഴുതുന്നു, അത് ഒരു ഭാഗത്തുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ നോവൽ എഴുതുന്നതൊക്കെ അല്ലെങ്കിൽ ഈ ഓർമ്മ എഴുതുന്നതൊക്കെ അത് അവരുടെ എഴുത്തിൻ്റെ ആ ഒരു എഴുത്തിനുള്ളൊരു പ്രചോദനം ഉണ്ടാകുമ്പോൾ ചോദന ഉള്ളത് കൊണ്ടാണ് അവരത് എഴുതുന്നത്. അപ്പോഴാണ് അവർ എഴുതുന്നത്. ഈ എഴുത്തുകാരി, അരുന്ധതി എന്ന എഴുത്തുകാരിയെ സൃഷ്ടിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അമ്മയ്ക്ക് തന്നെയുള്ളത്. അത് നിഷേധാർത്ഥത്തിലാവാം, പ്രായോഗികമായ അർത്ഥത്തിലാവാം. ഈ റൈറ്റ് എന്ന് അരുന്ധതി റോയ്ക്ക് മെയിൽ അയക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, റൈറ്റ് എന്നിട്ട് പറഞ്ഞിട്ട്. അതുകൂടാതെ ഡൽഹിയിൽ അമ്മ മകളെ കാണാൻ വരുന്നുണ്ട്. 7 വർഷം ഇവർ തമ്മിൽ കാണുന്നില്ല, സഹോദരനെയും കാണുന്നില്ല, അമ്മയും കാണുന്നില്ല, 7 വർഷം. അപ്പോൾ സഹോദരൻ ഡൽഹിയിൽ വരികയാണ്, എന്നിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പം തന്നെയാണോ അമ്മ വരുന്നതെന്ന് അറിയില്ല. അപ്പം അമ്മ വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു ടൈപ്പ് റൈറ്ററും കൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ടൈപ്പ് റൈറ്റർ ഇല്ല, അതിന് പകരം ഈ നമ്മൾ വിരലുണ്ട്, പക്ഷേ കമ്പ്യൂട്ടറാണ്, അങ്ങനെയുള്ള ലാപ്ടോപ്പൊക്കെയാണ്, അല്ലെങ്കിൽ മൊബൈലാണ്. അപ്പോൾ ടൈപ്പ് റൈറ്ററാണ്. പിന്നെ ഒരെണ്ണം കൊണ്ടുവരുന്നതാണോ അവിടുന്ന് മേടിച്ചതാണോ അറിയില്ല, മേടിച്ചു കൊടുത്തതാണോ വഴി ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജിനും തൻ്റെ വീട്ടിൽ ഉപയോഗം ഉണ്ടാവണം എന്ന് തീരുമാനിച്ചിട്ട് അതിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊന്നുമില്ല ഇവരുടെ വീട്ടിൽ. സ്വന്തമായിട്ട് വീട് തന്നെ ഇല്ല അവർക്ക്. ഇപ്പം ഉണ്ട് തോന്നുന്നു, കുറേ കാലം ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പലയിടത്തുമായിട്ട് കയറും. ഇവര് ഈ ഫ്രിഡ്ജിലാണ് അവരുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. അത് ഒരു ഫാക്റ്റാണ്, ഒരു വസ്തുതയാണ്. അതേ സമയത്ത് നമ്മളിത് വായിക്കുമ്പോൾ അതിലൊരു അതിൻ്റെ ഒരു നർമ്മത്തിൻ്റെ ഒരു അംശമുണ്ട് ആയിട്ട്. അതുപോലെ ഇവര് ഇപ്പോൾ ഇന്ത്യയുമായുള്ള വരെ ബന്ധം, അത് പ്രതിപക്ഷ ശക്തികൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇവർ ഇന്ത്യ വിരുദ്ധയാണെന്നും. വേണമെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എടുത്തു കാണിക്കാവുന്നൊരു വാക്യത്തിലുണ്ട്. അത് ആവർത്തിക്കപ്പെടുന്നൊരു വാക്യമാണ്. ദിസ് ഇസ് ഇന്ത്യ മൈ ഡിയർ എന്നൊരു, ഇത് ഇന്ത്യയാണ് എന്നുള്ളൊരു ഐറണിയോടുകൂടി അവരെ ഇടയ്ക്കിടയ്ക്ക് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ഈ ഭാഷ ഉപയോഗിക്കുന്നതിലുള്ള ഇവരുടെ പ്രാവീണ്യം വ്യക്തമാക്കുന്ന ഒരു വരി മുഴുവൻ എനിക്കിപ്പോൾ ഓർമ്മയില്ല. അത് എങ്ങനെയാണ്, ഹൗ ഐ ലിവ്ഡ് എന്നാണ്. ഹൗ ഐ ലിവ്ഡ് ബ്രാക്കറ്റിൽ ലിവ് എന്നുണ്ട്. ഞാൻ എങ്ങനെ ജീവിച്ചു, ഞാൻ എങ്ങനെ ജീവിക്കുന്നു, അതാണ് ആ ബ്രാക്കറ്റാണ്. ഹൗ ഐ ലിവ്ഡ് ബ്രാക്കറ്റിൽ ലിവ് എന്നാണ് അവർ ഈ പുസ്തകത്തിൽ. ഒരു പക്ഷേ നേരത്തെ അവർ മുൻ പുസ്തകങ്ങളിൽ ഒക്കെ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലാത്ത രീതിയിൽ അവർ ബ്രാക്കറ്റുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്.
ഞാൻ ഈ ലിവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള ബ്രാക്കറ്റുകൾ ഈ പുസ്തകത്തിൽ ധാരാളമുണ്ട്. അതിൽ അമ്മയെപ്പറ്റി പറഞ്ഞ വേറൊരു ഇത്, ദാറ്റ് ബിലവഡ് റോഗ് എന്നാണ് അമ്മയെപ്പറ്റി. ഇതാണ്, അതായത് രാമചന്ദ്രൻ വായിച്ച പുസ്തകമല്ല ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയ അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്നതിൻ്റെ അതിൻ്റെ സങ്കീർണത വ്യക്തമാണ് ഞാൻ പറയുന്നത്. ഒരു ഭാഗത്ത് 313 പേജിൽ ദാറ്റ് ബിലവഡ് റോഗ് എന്നാണ് ആണ്. മറ്റൊരു കാര്യം, ഈ ഇവര് അരുന്ധതി റോയ് സിനിമയുമായുള്ള ബന്ധമാണ്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഈ പുസ്തകത്തിൽ എത്രമാത്രം ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരു പ്രത്യേക സിനിമ, ഇതിൽ ഒരു ജർമ്മൻ സിനിമ പരാമർശിക്കപ്പെടുന്നുണ്ട്. അത് വെർണർ ഹെർസോഗിൻ്റെ ഫിറ്റ്സ് കറാൾഡോ ആണ്. സന്ദർഭം പെട്ടെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് മേരി റോയ് തടിച്ചുള്ള ഈ മേരി റോയിനെ എല്ലാവരും കൂടി വീൽ ചെയറിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഈ ഫിറ്റ്സ് കറാൾഡോ എന്നുള്ള സിനിമയിൽ, വെർണർ ഹെർസോഗിൻ്റെ സിനിമയിൽ ഒരു കപ്പല്, നമ്മുടെ ക്ലോസ്കിൻസ്കി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു കപ്പല് ഒരു മലയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, വലിച്ച് കയറ്റി കൊണ്ടുപോകുന്ന രംഗമുണ്ട് ഫിറ്റ്സ് കറാൾഡോയിൽ. അതേപോലെ എന്ന് ഈ പുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഒരു പക്ഷേ ലൈക്ക് ആയിരിക്കാം. ഈ പുസ്തകത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ലൈക്ക് ആയിരിക്കാം. ഈ ലൈക്ക് എന്നുള്ള വാക്ക് നമ്മൾ ഉപമ അതിൻ്റെയൊക്കെ ബന്ധപ്പെട്ടൊന്നാണല്ലോ. അത് പോലെ പോലെ മലയാളത്തിൽ പോലെ, മന്നവേന്ദ്ര, അങ്ങനെ ഉണ്ടല്ലോ, തിളങ്ങുന്ന ചന്ദനെ പോലെ നിൻമുഖം ഉണ്ടല്ലോ, നമ്മൾ സിമിലി ഉണ്ടല്ലോ. അത് മറ്റേ ഒരു പക്ഷേ ലൈക്ക് എന്നുള്ള വാക്ക് ധാരാളം ഉപയോഗിച്ചിട്ടുള്ള ഒരു നോവല് ടോൾസ്റ്റോയുടെ അന്ന കരീന ആയിരിക്കണം. ഈ നോവലിൽ ലൈക്ക് കുറേ ഉണ്ട്. ലൈക്ക് പോലെ തന്നെ ഏസിഫ്, ആസ്ദോ, ഇങ്ങനെയുള്ളത്. ഇപ്പം ഞാനതിൻ്റെ ഉദാഹരണങ്ങളെ പെട്ടെന്ന് എടുത്തിട്ടില്ല, പക്ഷെ അത്തരം വാക്കുകൾ ഇതിലുണ്ട്. പിന്നൊന്ന്, ഇപ്പോൾ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആ നോവൽ എഴുതിയപ്പോൾ അരുന്ധതി റോയ് ആ നോവൽ എഴുതിയത് ബുക്ക് പ്രൈസ് കണ്ടിട്ടൊന്നല്ല, ലോകത്തിനെ മുഴുവൻ കണ്ടിട്ടൊന്നായിരിക്കില്ല. അവർക്ക് തോന്നിയ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങൾ അവരുടെ ഇംഗ്ലീഷിൽ അവർ എഴുതി. പക്ഷെ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ബുക്ക് ഇറങ്ങുമ്പോൾ, ഈ ബുക്ക് എഴുതുമ്പോൾ അവരുടെ മനസ്സിൽ മലയാളികളല്ലാത്ത മറ്റേ ആളുകൾ ഉണ്ട്. അതുകൊണ്ട് ഈ ബ്രാക്കറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ബ്രാക്കറ്റുകളിൽ ചിലതിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് മോൾ എന്നുണ്ട്. ഇപ്പോൾ എന്താ, അരുന്ധതിയുടെ ആദ്യത്തെ നോവൽ സോഫി മോൾ എന്ന് പറയുന്നുണ്ടല്ലോ, സോഫി മോൾ പോലെ തന്നെ ഇതിൽ മോൾ എന്നുള്ള വാക്ക് വരുമ്പോൾ MOLE. ഇപ്പോൾ ബ്രാക്കറ്റിൽ മോൾ എന്താണെന്ന് വിശദീകരിക്കേണ്ടത്. ഇപ്പോൾ മറ്റേത് വെറുതെ ഇറ്റാലിക്സിലിട്ടാൽ നമുക്ക് മനസ്സിലാവും മലയാളികൾക്ക്, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ബ്രാക്കറ്റുകളിൽ ഇവർ ഇത്തരം വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ മോൾ എന്നുള്ള വാക്ക് അങ്ങനെ കൊടുത്തത്
എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഈ അവര് ഈ പുസ്തകം ലോകം മുഴുവൻ ഈ പുസ്തകത്തിൻ്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ട്, ലോകം മുഴുവൻ എന്ന് പറയുന്നത് ശരിയല്ല, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഒരു ബുക്ക് ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചിരുന്ന മറന്നുപോയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്താം. ഇപ്പം ബുക്ക് പ്രൈസ് കിട്ടിയപ്പോൾ ആ പണം അവരെന്ത് ചെയ്തു എന്നുള്ളത്, അത് നേരത്തെ നമ്മളതിനെപ്പറ്റി സംസാരിച്ചു എന്നറിയില്ല, അല്ലെങ്കിൽ ഈ സംസാരം തുടങ്ങുന്നതിനും സംസാരിച്ചിട്ടുണ്ടാവാം. അവര് മേധാ പാട്കറുടെ നർമ്മദ ബിജാവോ ആന്തോളൻ അവർക്ക് ആ പ്രവർത്തനത്തിന് കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. മുഴുവൻ കൊടുത്തു എന്ന് എനിക്ക് ഓർമ്മയില്ല, മുഴുവൻ കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല. ഏതായാലും ഈ നർമ്മദ ബിജാവോ ആന്തോളന് കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് അറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാലക്കുടിയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിരപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് സമരം നടത്തിയിരുന്ന ലതയും സുഹൃത്തുക്കളും, എനിക്ക് തോന്നുന്നത് റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നൊക്കെയായിരുന്നു തോന്നുന്നു ആ സംഘടനയുടെ പേര്. അതിപ്പോഴും സംഘടന ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. ആ സംഘടനയ്ക്ക് 1 ലക്ഷം കൊടുത്തു എന്ന് ലത എന്നോട് പണ്ട് പറഞ്ഞിരുന്നു. ഈ അതിരപ്പള്ളി സമരവുമായി ബന്ധപ്പെട്ട് അരുന്ധതി റോയ് അവിടെ വന്നപ്പോഴാണ്, അതിരപ്പള്ളി അവിടെ വന്ന സന്ദർഭത്തിലാണ്, അതിരപ്പള്ളി സമരത്തിനെന്ന് വിചാരിക്കണം, ഇനി അതിനുശേഷം വന്ന പത്രക്കടവിലാണോ എന്നറിയില്ല, അന്നാണ് ഞാൻ ആദ്യമായിട്ട് അരുന്ധതി റോയെ കാണുന്നത്. അപ്പം ഞാൻ ഈ ആദ്യ നോവല് വായിച്ചിരുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ തൃശ്ശൂരിൽ ആകാശവാണി, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ ഭർത്താവാണ്, ഗീതയുടെ ഭർത്താവ് രവി, കഥാകൃത്തുള്ള രവി. അപ്പോൾ അവര് ഇവിടുത്തെ ആകാശവാണി അവിടെ വന്നിരുന്നു അരുന്ധതി റോയെ കണ്ടിട്ട് ഒരു അഭിമുഖം നടത്താനായിട്ട്. അപ്പം എന്നെ കണ്ടപ്പോൾ, ഞാൻ ഈ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട്, ഇഷ്ടപ്പെട്ട ഒരാളാണ്, പുസ്തകം നല്ലോണ്ട്, എന്നോട് പറഞ്ഞു അഭിമുഖം നടത്താനായിട്ട്. അങ്ങനെ ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഞാൻ അരുന്ധതി റോയെ കണ്ടിട്ട് അഭിമുഖം നടത്തിയതാണ് ആദ്യമായിട്ടുള്ള ഈ അരുന്ധതി റോയായിട്ടുള്ള ഒരു പരിചയമുണ്ടാവുന്നത്. പിന്നീട് ഒന്നിൽ കൂടുതൽ തവണ നേരിട്ട് കാണുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ രണ്ടാമത്തെ പുസ്തകം ഇറങ്ങിയ സന്ദർഭത്തിൽ ഞാനൊരു മെയിൽ അയച്ചപ്പോൾ അവരെന്നെ മറുപടി അയച്ചപ്പോൾ എനിക്ക് ഓർമ്മ, ചെറിയൊരു മറുപടിയായിരുന്നു അത്. ആ ബുക്ക് ടൂറിൻ്റെ കാര്യം ഓർക്കുകയാണ്. 20 ദിവസം 20 നഗരങ്ങൾ എന്ന് ഇംഗ്ലീഷിൽ അവർ മറുപടി അയച്ചത്. 20 days 20 cities എന്നൊരു വളരെ ബ്രീഫായിട്ടുള്ള ഒരു മറുപടി അയച്ചത് ഓർമ്മയുണ്ട്. ഒരു പക്ഷേ അന്ന് ആ പുസ്തകം എഴുതുന്നതിനേക്കാൾ തിരക്ക് അവർക്ക് ഇപ്പം ഉണ്ടായിരിക്കണം. I watched her unleash all of herself, her genius, her eccentricity, her radical kindness, her militant courage, her ruthlessness, her generosity, her cruelty, her bullying, her head for business, and her wild, unpredictable temper, with complete abandon on our tiny, insular Syrian Christian society, which, because of its education and relative wealth, was sequestered from the swirling violence and debilitating poverty in the rest of the country. അരുന്ധതി റോയ് അമ്മയെ വിട്ടിട്ട് ഡൽഹിയിൽ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുകയാണ്. കയ്യിലൊരു കത്തി കരുതിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ കത്തി വിറ്റിട്ട് അവർ ഹഷീഷോ അങ്ങനെ എന്തോ മേടിച്ചു എന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട്
അവരൊരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കാണുന്നുണ്ട്. അപ്പോൾ നോവലിസ്റ്റ് ആയിരിക്കുമ്പോൾ എഴുത്തുകാർക്കൊക്കെ അത് വേണം. അത് ഈ വിശദാംശങ്ങൾ പ്രധാനമാണ്. ഇപ്പോൾ ടോൾസ്റ്റോയുടെ നോവലുകളിലൊക്കെ ഈ ഡീറ്റെയിൽസ്, വിശദാംശങ്ങൾ വളരെ പ്രധാനമാണ്. സൂക്ഷ്മ നിരീക്ഷണ പാടവം ഷെർലോക്ക് ഹോംസിനുള്ളതുപോലെ തന്നെ എഴുത്തുകാർക്കും വേണം. ഇത് ആർതർ കൊനാൻ ഡോയലിന് സൂക്ഷ്മ നിരീക്ഷണ പാഠം ഉള്ളത് കൊണ്ടാണ് ഈ ഷെർലോക്ക് ഹോംസിന് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇവർ ഇറങ്ങിയ ഉടനെ, സ്റ്റേഷൻ ഇറങ്ങിയ ഉടനെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കാണുന്നുണ്ട്. അപ്പം ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ബീഡി വലിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഇവർ സിഗരറ്റ് വലിക്കുന്ന ചിത്രമാണുള്ളത്. പക്ഷെ പിന്നിൽ അത് അവരുടെ പഴയ കാലമാണ്. യുവതിയായിട്ടുള്ള അരുന്ധതി റോയാണ്. പക്ഷെ പിറകിലുള്ളത് ഇപ്പോഴത്തെ അരുന്ധതി റോയാണ്. 60 വയസ്സായിട്ടുള്ള, 60 വയസ്സാണെന്നാണ് എൻ്റെ ഓർമ്മ, 60 വയസ്സായിട്ടുള്ള അരുന്ധതി റോയാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ കാണുമ്പോൾ ബീഡി വലിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മുഖത്തെ ഭാവത്തെക്കുറിച്ചും പറയുന്നുണ്ട്, എക്സ്പ്രഷനെ കുറിച്ചും പറയുന്നുണ്ട്. അത് ഇൻഡിഫറൻസ് എന്നാണോ ഡെരിഷൻ എന്നാണോ എന്നറിയില്ല. അതായത് ഒരു കൂളായിട്ട് ഉള്ളു, ഒരു പക്ഷേ നിങ്ങൾ കയറിയാലും കൊള്ളാം, കയറിയില്ലെങ്കിലും കൊള്ളാം എന്നുള്ള പോലെയുള്ളൊരു മനോഭാവമായിരുന്നിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെയുള്ളത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുക അല്ലെങ്കിൽ അഭിമുഖങ്ങൾ പറയുക ചെയ്തിട്ടുള്ള കാര്യം, അവരെ കുറിപ്പുകൾ എടുക്കാറില്ല എന്നാണ്. ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കുറിപ്പുകൾ എടുക്കാറില്ല, അത് ഓർമ്മയിൽ നിന്നാണ് എഴുതാറ് എന്നുള്ള പോലെയാണ് അവർ പറയാറുള്ളത്. അപ്പോൾ അരുന്ധതി റോയുടെ ആദ്യ നോവലിനെ കുറിച്ച് അവർ പറയുന്ന ഒരു കാര്യം, ഏതോ ഒരു വാക്യം അവര് അങ്ങനെ എവിടെയോ പോകുന്ന വഴിക്ക് കിട്ടിയ ഒരു വാക്യമാണ് മനസ്സിൽ. അവര് ഐ ക്യാരി ദാറ്റ് സെന്റൻസ് ഇൻ മൈ ഹെഡ് ടിൽ ഐ റീച്ച് മൈ ഹോം, അങ്ങനെ എന്തോ ഒരു വാക്യം അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ ഒരു കടലാസിൽ കുറിച്ചെടുക്കുക അങ്ങനെയുള്ള പതിവില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്ക് ഒരു മെമ്മറിയുടെ ബുക്കാണ്. ഈ മെമ്മറിയെ കുറിച്ചിട്ട് അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അമ്മയെയും മക്കളെയും ഊട്ടിയിൽ അവർ പൂട്ടിയിട്ടൊരു വീടുണ്ട്, അവരുടെ അമ്മയുടെ അല്ലെങ്കിൽ അവരുടെ അമ്മാമ്മൻ്റെ. ആ വീടിക്ക് തോന്നുന്നു അവർ വെട്ടിപ്പൊളിച്ച് പൂട്ടൊക്കെ വെട്ടിപ്പൊളിച്ച് അവിടെ താമസിച്ചു എന്നാണ്. പക്ഷെ മറ്റേ ഇവർ വന്നിട്ട് അമ്മാമ്മ വന്നിട്ട് ഇവരെ ഇറക്കി വിടുക അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം ഇതിൽ എഴുതിയതിനെ പറ്റിയിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ വേറെ ഏതൊരു സന്ദർഭത്തിൽ അമ്മ പറയുന്നുണ്ട്, നിനക്കിതെങ്ങനെയത് ഇത്രയും പഴയ കാര്യം ഓർമ്മയിലുള്ളത് എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ അത്രയും ചെറിയ കുട്ടിയാണ്. അപ്പോൾ അരുന്ധതിയുടെ ഓർമ്മയിൽ ഇത് തീർച്ചയായിട്ടും ആ പ്രായത്തിൽ അവരത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർ ഓർത്തതായിരിക്കണമെന്നില്ല. ആ സംഭവം അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ മറ്റു വല്ലവരും പറഞ്ഞത് അവർ കുട്ടിക്കാലം മുതലേ ഒരു 3-4 വയസ്സ് മുതലോ 5 വയസ്സ് മുതലോ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ സംഭവം നടന്ന സന്ദർഭത്തിൽ മനസ്സിലിട്ടതാവണമെന്നില്ല, മനസ്സിൽ പറഞ്ഞതാവണമെന്നില്ല. അപ്പോൾ ഇവരുടെ ഓർമ്മ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മാത്രമല്ല എഴുത്തുകാർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയം പോലെ തന്നെ ഒരു ഇന്ദ്രിയമാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയാനുഭവമാണ് ഓർമ്മ എന്നുള്ളത്. ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു ബുക്കാണ്
പഞ്ചേന്ദ്രിയ അനുഭവങ്ങളുടെ ബുക്കാണ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പോലെ ആ പുസ്തകം ഓർമ്മയുടെ ഒരു പുസ്തകം കൂടിയാണ്. അപ്പോൾ ഈ പുസ്തകം അതിനേക്കാൾ ഓർമ്മയുടെ ഒരു പുസ്തകമാണ് എന്ന് പറയേണ്ടി വരും. ഇത് മേരി റോയിനെ കുറിച്ച് മാത്രമല്ല, അരുന്ധതി റോയെ കുറിച്ചിട്ടുമാണ്. പക്ഷെ മേരി റോയെ കുറിച്ചുള്ള ബുക്കാണ് എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് നമുക്കത് അരുന്ധതി റോയുടെ പുസ്തകം മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴൊക്കെ അരുന്ധതി റോയ് മറ്റു കാര്യങ്ങൾ പറയുന്നു, സ്വന്തം കാര്യം പറയുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയുന്നു, അപ്പോഴൊക്കെ അവര് ബോധപൂർവമോ അബോധപൂർവമോ അമ്മയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എല്ലാ സന്ദർഭത്തിലും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ കേട്ട്. അവരുടെ ബോധത്തിൽ അതുണ്ട്. ഈ പുസ്തകം എന്നെക്കുറിച്ചുള്ളതല്ല, അമ്മയെക്കുറിച്ചുള്ളതാണ്. പക്ഷെ അമ്മയെക്കുറിച്ചുള്ള പുസ്തകമാകുമ്പോൾ അത് മോളെക്കുറിച്ചുള്ളതും മകനെക്കുറിച്ചുള്ളതും കൂടി ആവും എന്നുള്ളത് സ്വാഭാവികം.